ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് കുഡിൻ്റെ, കുഡ് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ കുഡിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. കഴിഞ്ഞില്ല എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ കുഡിൻ്റെ ഉപയോഗിക്കുന്നത്. അതായത് കുഡിൻ്റെ കൂടെ അഥവാ കുഡ് നോട്ടിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ വെർബ് മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ അതായത് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല, അല്ല ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ കുഡിൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഐ കുഡിൻ ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഐ കുഡിൻ കം യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. ഹീ കുഡിൻ അട്ടർ ഈവൻ എ വേർഡ്, അയാൾക്കൊരു വാക്ക് പോലും ഉരിയാടാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഈവൻ ഷൗട്ട്, എനിക്കൊന്ന് ഒച്ച വയ്ക്കാൻ കൂടി കഴിഞ്ഞില്ല. കുഡിൻ യു ഈവൻ ഷൗട്ട്, നിനക്ക് ഒന്ന് അലറുവാൻ മേലായിരുന്നോ? അതൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ്. ഐ കുഡിൻറ്റ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്, എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുവാൻ കഴിഞ്ഞില്ല. അടുത്തത് കുഡിൻ്റെ യൂസാണ്. കുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞേനെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫുൾ പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ എഴുതേണ്ടത്. പിന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റിക്കകത്താണ് നമ്മൾ കുഡ് ചേർക്കുന്നത്. ആ കുഡ് ചേർത്തതിന് ശേഷം നമ്മൾ വെർബ് മാത്രം ചേർത്താൽ മതി. അതായത് ദർ വിൽ ബി 2 ആക്ടിവിറ്റീസ്. അപ്പോൾ അത് ചേർത്ത് വരുന്ന സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇഫ് യു ട്രൈഡ് യു കുഡ് കം, അതായത് നീ ശ്രമിച്ചിരുന്നു എങ്കിൽ വരാൻ കഴിഞ്ഞേനെ. അപ്പം ഇഫ് യു ട്രൈഡ് ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾ പാസ്റ്റ് ടെൻസിലാണ്. രണ്ടാമത്തെ ആക്ടിവിറ്റിക്കകത്ത് കുഡ് ചേർത്തതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് വെർബ് മാത്രം ചേർത്താൽ മതി. ഇഫ് വി ഗോട്ട് എ ജീപ്പ് വി കുഡ് ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ ആൻഡ് സേവ് ഹിസ് ലൈഫ്. നമുക്ക് ഒരു ജീപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ അയാളെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ ഇത് പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. അടുത്തത്, ഇഫ് ഹെർ പേരൻസ് ഹാഡ് എ വിൽ ദേ കുഡ് മാരി ഹെർ ഓഫ് 2 years ബാക്ക്. അവളുടെ മാതാപിതാക്കൾക്ക് മനസ്സുണ്ടായിരുന്നുവെങ്കിൽ അവളെ 2 വർഷം മുമ്പേ കെട്ടിച്ചു വിടാമായിരുന്നു. ഇഫ് യു ട്രൈഡ് യു കുഡ് ബി ഹിയർ ഓൺ ടൈം, നീ ശ്രമിച്ചിരുന്നുവെങ്കിൽ സമയത്ത് വരാൻ കഴിഞ്ഞേനെ. അടുത്തത്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു കുഡ് ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്, നീ നല്ലതുപോലെ പഠിച്ചിരുന്നു എങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയേനെ. പക്ഷേ നല്ലതുപോലെ പഠിച്ചുമില്ല, ഫസ്റ്റ് ക്ലാസ് കിട്ടിയുമില്ല. അടുത്തത്, ഇഫ് വി വെയിറ്റഡ് 5 more minutes വി കുഡ് മീറ്റ് ഹിം, നമ്മൾ 5 മിനിറ്റ് കൂടി കാത്തിരുന്നുവെങ്കിൽ അയാളെ കാണാൻ കഴിഞ്ഞേനെ. അടുത്തത്, ഇഫ് വി സ്റ്റാർട്ടഡ് ഏർലി വി കുഡ് റീച്ച് ദെയർ ബിഫോർ നൈറ്റ്, നമ്മൾ നേരത്തെ പുറപ്പെട്ടിരുന്നു എങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പേ അവിടെ എത്താൻ കഴിഞ്ഞേനെ. ഇഫ് വി വെയർ ടു ഗോ ദാറ്റ് വേ വി കുഡ് അവോയ്ഡ് സൈറ്റ് ഓഫ് ഹിം, നമ്മൾ ആ വഴിക്ക് പോവുകയായിരുന്നുവെങ്കിൽ അയാളെ കാണാതെ ഒഴിവാകാമായിരുന്നു. ഇഫ് ഐ വാസ് വിത്ത് യു ഐ കുഡ് അവോയ്ഡ് ദാറ്റ് സിറ്റുവേഷൻ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ആ സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞേനെ. ഇഫ് മൈ ലെഗ് വാസിൻറ്റ് ഹേർട്ട് ഐ കുഡ് കീപ് പേസ് വിത്ത് യു, എൻ്റെ കാൽ മുറിഞ്ഞില്ലായിരുന്നു എങ്കിൽ നിങ്ങളോടൊപ്പം എനിക്ക് എത്താൻ കഴിഞ്ഞേനെ. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.